Good morning. We are moving to the fourth part of the our module called drug. In this module, we are dealing with antibiotics. An antibiotic is a substance produced by microorganisms that at low concentration has the capacity of inhibiting the growth or even of destroying other microorganisms. ഇപ്പോൾ antibiotic എന്ന് പറയുന്നത് substance that produced by microorganisms. Microorganisms produce ചെയ്യുന്ന substance and that at low concentration has the capacity of inhibiting growth and even destroying other microorganisms. അപ്പോൾ മൈക്രോ ഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യാനോ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനോ കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ആന്റിബയോട്ടിക് എന്ന്. പക്ഷേ നൗ ഇറ്റ് ഈസ് എക്സ്പാൻഡ് ബൈ ഇൻക്ലൂഡിംഗ് സിമിലർ സബ്സ്റ്റൻസ് prepared semi-synthetically, synthetically or present in some higher plant or marine organisms. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു വൈഡർ ഡെഫിനിഷൻ ആയി ഇപ്പൊ നമ്മള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി സിന്തറ്റിക്കലിയോ നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന സിമിലർ കോമ്പൗണ്ടുകൾക്കും അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സിലും മറൈൻ ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സിമിലർ കോമ്പൗണ്ടിനും നമ്മൾ ഇപ്പോൾ ആന്റിബയോട്ടിക് എന്ന് പറയുന്നുണ്ട്. They have two action. First is bactericidal and second is bacteriostatic. Bactericidal means ബാക്ടീരിയ കില്ല് ചെയ്യുന്നു. Bacteriostatic means എന്താണ്, ബാക്ടീരിയയുടെ multiplication prevent ചെയ്യുന്നതിന് നമ്മൾ bacteriostatic എന്ന് പറയുന്നു. So in order for a good antibiotic, it has to satisfy following condition. So these are the condition has to be satisfied for a good antibiotic. It must be stable and effective against pathogen. It must not cause significant toxic side effects and should be completely metabolized and eliminated from the body soon after its administration has been stopped. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റേബിൾ ആയിരിക്കണം, പത്തോജനോട് എഫക്റ്റീവ് ആയിരിക്കണം, ഇറ്റ് മസ്റ്റ് നോട്ട് കോസ് ടോക്സിക് സൈഡ് എഫക്ട്സ് ഉണ്ടാവരുത്, പിന്നെന്താണ്, കംപ്ലീറ്റ്ലി മെറ്റബോളൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഇത് നമ്മളുടെ യൂസിന് ശേഷം ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഇങ്ങനെയുള്ളതായിരിക്കണം നല്ല ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ആന്റിബയോട്ടിക്സ് ആർ become important the treatment of diseases caused by bacteria, fungi and protozoa. അപ്പോൾ ബാക്ടീരിയക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഫംഗൈ, പ്രോട്ടോസോവ അങ്ങനെ വരുന്ന എല്ലാ ഡിസീസുകൾക്ക് നമ്മൾക്ക് ഇപ്പോൾ ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്കറിയാം ഇപ്പോൾ അനിമൽ ഇൻഡസ്ട്രിയിൽ, അതായത് നമ്മുടെ കോഴിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് ആന്റിബയോട്ടിക് ചിക്കൻ, ആന്റിബയോട്ടിക് ഫ്രീ ചിക്കൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അനിമൽ ഫീഡിലും നമ്മളുടെ ആന്റിബയോട്ടിക്സ് ഉണ്ട്. നമ്മളുടെ അവരുടെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് അത് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോൾട്രിയിലും അല്ലെങ്കിൽ അനിമൽ ഫീഡിലൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ആന്റിബയോട്ടിക്. So these are the classification of antibiotics. First is beta lactams. Beta lactams എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻസ് ഒക്കെ വരുന്നത് ബീറ്റാ ലാക്ടംസ് ആണ്. പിന്നെ ടെട്രാസൈക്ലിൻസ്, aminoglycosides, they contain sugar molecule glycosidically linked into amino groups. So streptomycin ഒക്കെ aminoglycosides വരുന്നതാണ്. Phenyl propane diol derivative. This contain phenyl propane diol amine skeleton. Chloramphenicol എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. Then macrolides, they contain large lactone rings വരുന്നുണ്ട്. Then polyenes, polypeptides, then quinoline, carboxylic acids. These are the classification of antibiotics. So these are the different classifications. അപ്പൊ നമ്മൾ കുറച്ച് ആന്റിബയോട്ടിക്സിന്റെ പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ ക്ലാസ്സസ് എല്ലാം നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിബയോട്ടിക് എന്നോ അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആന്റിബയോട്ടിക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതാം. അപ്പോൾ റൈറ്റ് എൻ എസ്സേ ഓൺ ആന്റിബയോട്ടിക്. അപ്പൊ ആന്റിബയോട്ടിക് എന്താന്ന് പറയാം, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിബയോട്ടിക് നമ്മൾ പറഞ്ഞു ബീറ്റാ ലാക്ടംസ്, പെൻസിലിൻസ് വരുന്നു, ടെട്രാ സൈക്ലിൻസ് ദാറ്റ് ഈസ് ടെട്രാമൈസിൻ ഒക്കെ നമ്മുടെ ഇതിൽ വരുന്നതാണ്, അമിനോ ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ് നമ്മുടെ സ്ട്രെപ്റ്റോമൈസിൻ, ഫിനൈൽ പ്രൊപ്പൈൻ ഡയോൾ ഡെറിവേറ്റീവിൽ വരുന്നതാണ് നമ്മുടെ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത്, പിന്നെ മാക്രോലൈഡ്സ്, ദെൻ പോളിയീൻസ്, പോളിപെപ്റ്റൈഡ്സ്, ക്വിനോളിൻ, കാർബോക്സിലിക് ആസിഡ്. സോ ഇതെല്ലാം നമുക്കറിയാം നിങ്ങളുടെ സാധാരണ നമ്മള് പരിചയമുള്ള ആന്റിബയോട്ടിക്കുകളാണ്. നമ്മൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആന്റിബയോട്ടിക്, ഡോക്ടർ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഏതാണ് അതിന്റെ കമ്പോണന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തതും പെൻസിലിൻ ആണ്. ഫസ്റ്റ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിൻ ആണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ദ പെൻസിലിൻസ്.
സോ പെൻസിലിൻസ് ഇസ് ആക്ച്വലി ആൻ ആക്സിഡന്റൽ ഡിസ്കവറി. അപ്പൊ അതായത് നമ്മുടെ ഫ്ലെമിങ്ങിന്റെ പെട്രി ഡിഷിലെ മോൾഡില് സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയനെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഈ മോൾഡിൽ നിന്ന് വരുന്ന ഒരു ചെറിയ സെക്രീഷൻസ് ഈ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ ഈ സബ്സ്റ്റൻസിന് അദ്ദേഹം പെൻസിലിൻ എന്ന പേര് കൊടുത്തു. And when we observe the structure of the penicillin, it is actually beta-lactam ring. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, beta-lactam ring ഉള്ള കോമ്പൗണ്ട്സ്, അതിലൊരു കോമ്പൗണ്ട് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. So it has been found that the beta-lactam ring is the source of antibacterial activity. അപ്പോൾ ഈ ആന്റിബയോട്ടിക്കിന്റെ ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ബീറ്റാ-ലാക്ടം റിംഗ് ഉള്ളതുകൊണ്ടാണ്. ഇത് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഈ ആന്റിബയോട്ടിക്കിന് പിന്നെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ മേജർ ആക്ടിവിറ്റി വരുന്നത് എവിടെയാണ്? ഈ ബീറ്റാ-ലാക്ടം റിംഗിലാണ് ഇതിന്റെ മേജർ ആക്ടിവിറ്റി വരുന്നത്. സോ ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കേണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി beta-lactam ring is responsible for the antibacterial activity. So this is actually the beta-lactam ring. So beta-lactam ring എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ C ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ N വരുന്നതിന് നമ്മൾ beta-lactam എന്ന് പറയുന്നത്. beta-lactone എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഡബിൾ ബോണ്ടും ഇവിടെ ഒരു ഓയും വരുന്നുണ്ട്. അങ്ങനെയാണ് beta-lactone. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള beta-lactam. ഇത് ലാക്ടം എന്ന് പറയുമ്പോൾ ഇവിടെ നൈട്രജൻ ആണ് വരുന്നത്. ഓക്സിജന് വരെ നൈട്രജൻ വരുന്നതിനാണ് beta-lactam ring. അപ്പൊ നിങ്ങൾ ഈ റിംഗ് മാത്രം ഒന്ന് വരച്ചു വെച്ചാലും മതി. ഈ താല്പര്യമുള്ളവർക്ക് ഈ beta-lactam ring എന്താ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഞങ്ങൾ പറഞ്ഞു RCONH. അപ്പൊ ഇവിടെയാണ് beta-lactam റിംഗിലെ ഈ R ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന്റെ പെൻസിലിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും, അതിന്റെ ആക്ടിവിറ്റിയും ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ നമുക്ക് കാണാൻ സാധിക്കും ഈ R. അപ്പൊ ഈ R-ന്റെ സ്ഥാനത്ത് നമ്മള് ഈ ബെൻസൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന് ബെൻസൈൽ പെൻസിലിൻ എന്ന് പറയും. അതിന് പെൻസിലിൻ G എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ്? ഫിനോക്സി മീഥൈൽ പെൻസിലിൻ വരികയാണ്. ഫിനോക്സി മീഥൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? പെൻസിലിൻ V എന്ന് പറയുന്നു. ഇനി നമുക്ക് 2,6 ഡൈമെത്തോക്സി ഫിനൈൽ പെൻസിലിൻ, അതായത് നമ്മുടെ R ഗ്രൂപ്പിൽ എന്താണ്? ഈ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതിന് പകരം ഈ CH2 ഇല്ല, ഇവിടെ നേരെ അറ്റാച്ച് ചെയ്യുന്നു. OCH3 ഗ്രൂപ്പ് വരുന്നതിന് നമ്മൾ മെത്തിസിലിൻ എന്ന് പറയുന്നു. ദെൻ ക്ലോക്സാസിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ റിംഗ് വരുന്നതിനാണ് 5-methyl 3,2-chlorophenyl 4-isoxyl പെൻസിലിൻ എന്ന് പറയുന്നത്. ദെൻ ആംബിസിലിൻ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. പെൻസിലിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. D-alpha amino benzyl പെൻസിലിന് നമ്മൾ പറയുന്ന പേരാണ് ആംബിസിലിൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ 1-2 കാറ്റഗറീസ് 1-2 എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. പെൻസിലിൻ G, പെൻസിലിൻ V, ദെൻ ആംബിസിലിൻ, നമുക്ക് പറയാൻ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കും. സോ Penicillins have generally used for the following infections: infection of the respiratory tract system like pneumonia, acute bronchitis, bronchopneumonia. Then infections used to Streptococcus pyogenes, that is tonsil, inflammation of the ear, rheumatic fever, etc. Then bacterial endocarditis, that is inflammation of the inner lining of the heart, meningitis, gonorrhea, syphilis, urinary tract infections. ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെൻസിലിൻസ് യൂസ് ചെയ്യാം. Okay. Then toxicity of the penicillin. It is observed that the increasing number of the patients have acquired a hypersensitivity to the systematic administration of the penicillin. Thus, skin eruptions and drug fevers are common. അപ്പൊ നമ്മൾ പെൻസിലിൻ ഇൻജെക്ട് ചെയ്യുന്നതിന് മുമ്പ് പെൻസിലിൻ അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ചിലർക്ക് എന്ത് ചെയ്യും? അതില് നമുക്കറിയാം, നമ്മൾ ചെറിയൊരു ഡോസ് നമ്മളുടെ സ്കിന്നിൽ ഇൻജെക്ട് ചെയ്യുക. അപ്പോൾ സ്കിൻ എറപ്ഷൻസോ അല്ലെങ്കിൽ ഫീവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പെൻസിലിൻസ് മാറി വേറെ ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. Then in some cases an acute reaction takes place which may be fatal. അപ്പൊ അതായത് നമുക്ക് സാധാരണ ഭയങ്കര റിയാക്ഷൻസ് ആയിരിക്കും. ചിലപ്പോൾ അത് ബോഡിയുടെ റിയാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡെത്ത് വരെ കോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ patient should always be asked about the previous allergic reaction to penicillin before treatment is commenced. അപ്പൊ സാധാരണ ഡോക്ടർമാർ ചോദിക്കുന്നത് എന്തെങ്കിലും അലർജി ഉണ്ടോ, ഏതെങ്കിലും മെഡിസിൻസിന് അലർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എപ്പോഴും പെൻസിലിൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാറുള്ളത്. The mode of antibacterial action of penicillin. So antibiotics interfere with the normal growth of the bacteria and they have at least 4 different mode of action. Penicillins act by inhibition of cell wall formation in the bacteria by the disruption of peptidoglycan synthesis. So peptidoglycan synthesis നെ disrupt ചെയ്തിട്ട് ബാക്ടീരിയ ഇൻഹിബിഷൻ ഓഫ് സെൽ വാൾ ഫോർമേഷൻ. സെൽ വാൾ ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ സിന്തസിസിനെ ഡിസ്റ്റർബ് ചെയ്യും.
This is achieved by inhibiting the action of the enzyme transpeptidase that is necessary for the cross-linking of peptidoglycan, which forms the skeleton of bacterial cell wall. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഈ നമ്മളുടെ പെൻസിലിൻസ് ചെയ്യുന്ന എന്താണ്? ട്രാൻസ്പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ ട്രാൻസ്പെപ്റ്റിഡൈസ് ഈസ് നീഡഡ് ഫോർ ക്രോസ് ലിങ്കിങ് ഇൻ പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ സിന്തസിസിന് നീഡഡ് ആയിട്ടുള്ള ട്രാൻസ്പെപ്റ്റിഡൈസിനെ ആദ്യം ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാവുന്നില്ല. സോ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാവാതെ വരുമ്പോൾ എന്തായിരിക്കും? അതിന്റെ സെൽവാൾ ഫോർമേഷൻ നടക്കില്ല. അത് ക്രോസ് ലിങ്ക് ചെയ്തിട്ടാണ് സെൽവാൾ ഫോർമേഷൻ വരുന്നത്. അപ്പൊ സെൽവാൾ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ബാക്ടീരിയക്ക് വളരാൻ സാധിക്കും. So next important class of antibiotic is tetracyclines. So these are the most important broad spectrum antibiotic. നമ്മൾ സാധാരണ broad spectrum antibiotic എന്ന് പറയുന്ന ഒത്തിരി ക്ലാസ് ഓഫ് ബാക്ടീരിയസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് broad spectrum antibiotics എന്ന് പറയുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് tetracyclics എന്ന് വരാൻ കാരണം? 4 cyclic structures ഉണ്ട് ഇവിടെ. ഉണ്ടോ? 1, 2, 3, 4 cyclic structures പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിന് tetracyclines എന്ന് വരുന്നത്. ഇനി അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് tetracyclines, oxytetracyclines, terramycin, then chlorotetracycline, then d-methyl chlorotetracyclines ഇതെല്ലാമാണ് സാധാരണ ഇതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ ഇവിടെ ഈ OH ഇവിടെ R-ന് പകരം ഇതാണ് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ R-ന് പകരം ഇവിടെ R-ന് പകരം ഇവിടെ RH ആവുമ്പോൾ അത് ടെട്രാസൈക്ലിൻ നമ്മൾ പറയുന്നു. ഇവിടെ OH ആവുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സി ടെട്രാസൈക്ലിൻ. ഇനി നമുക്ക് എന്താണ് then chlorotetracycline. chlorotetracycline എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ R-ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ഇവിടെ CH3 ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇനി CH3 ഗ്രൂപ്പ് വെച്ച് മാറിയിട്ട് ഇവിടെ H വരികയാണെങ്കിൽ എന്തായിരിക്കും? D-methyl, അതായത് മീഥൈൽ ഗ്രൂപ്പില്ല, D-methyl chlorotetracycline എന്നാണ് സാധാരണ ഇതിൽ വരുന്നത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. നിങ്ങൾ പേര് എഴുതിയാൽ മതി, സ്ട്രക്ചർ ഒന്നും വരയ്ക്കണ്ട. വേണമെങ്കിൽ 4 സൈക്ലിക് റിംഗ് ഉണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. Then uses. The tetracyclines have a bacteriostatic effect against a wide variety of gram positive and gram negative bacteria. അതുകൊണ്ടാണ് ഇതിനെ broad spectrum antibiotic എന്ന് പറയുന്നത്. They also active against rickettsia and some virus and intestinal amoeba. It is antibiotic treatment of typhus fever. They are also effective against chronic bronchitis. അപ്പോൾ ഒരു broad spectrum antibiotic ആണ്. ഇതാണ് നമ്മൾ സാധാരണ കോഴികൾക്കൊക്കെ നമ്മൾ സാധാരണ പോൾട്രി ഫാമിലി കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻസ് ആണ്. കാരണം ടെട്രാസൈക്ലിൻസ് എന്താണ്? വൈഡ് വെറൈറ്റി ഓഫ് ബാക്ടീരിയസിനെ കിൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുന്നത്, അതിന് നമ്മൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സ്ട്രെങ്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ കോഴിക്ക് കുറച്ചുകൂടെ ഒരു ലൈഫ് കിട്ടുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. Then third category is streptomycin. So this is a structure of streptomycin. Streptomycin was isolated by Waxman from culture of Streptomyces griseus. Its structure consists of 3 different sugar units, that is streptose, N-methyl L-glucosamine, and streptidin. So we can see that this is a structure of streptidin, this is streptose, and N-methyl L-glucosamine. So these are the 3 structures possible. Okay, 3 different sugar units. Then uses streptomycin has got a very specific bactericidal effect on the tubercle bacillus, and thus it is the most important chemotherapeutic agent for the treatment of tuberculosis. അപ്പോൾ ട്യൂബർകുലോസിന്റെ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്ട്രെപ്റ്റോമൈസിൻ. So the combined preparation of streptomycin with penicillin is used in the treatment of intestinal infections such as dysentery and urinary infections. ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ. അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കേണ്ട, പക്ഷേ 3 ഷുഗർ യൂണിറ്റ് ഉണ്ടെന്ന് പഠിക്കുക. സ്ട്രെപ്റ്റോസ്, N-methyl L-glucosamine ആൻഡ് streptidin. ഇങ്ങനെ 3 ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ടെന്ന് പഠിക്കുക. Then next is chloramphenicol. The fourth category is chloramphenicol, is also known as chloromycetin, is a first and widely used broad spectrum antibiotic. So chloramphenicol structure idana. It was first isolated from Streptomyces venezuelae, an organism that was been found in the sample of soil collected in Venezuela. Subsequently, its chemical structure was established and synthesized. Chloramphenicol was the first antibiotic produced synthetically on a
കൊമേഴ്ഷ്യൽ സ്കെയിൽ. സോ ഇത് സിന്തസൈസ് ചെയ്തതാണ്. ഇത് ബ്രോഡ് സ്പെക്ട്രം സിന്തസൈസ് ചെയ്യാം. ഇത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. അതുകൂടാതെ നമുക്കറിയാം ഇതെന്താണ്, ഇത് ഇറ്റ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസേസ് വെനിസ്വേല. കെമിക്കലി ക്ലോറാംഫെനിക്കോൾ ഈസ് എ സിമ്പിൾ ഫിനൈൽ പ്രൊപ്പിനോൾ. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. ഈ സ്ട്രക്ചറിന്റെ പേര് പറഞ്ഞാലും കെമിക്കലി ക്ലോറാംഫെനിക്കോൾ ഇസ് എ സിമ്പിൾ ഫിനൈൽ പ്രൊപ്പിനോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് chloramphenicol drug choice against typhoid fever and also used in severe bacterial infection which was sensitive to other antibacterial agents. It's more active than tetracyclines against influenza, then meningitis and chronic bronchitis. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത് നമ്മളുടെ ടെട്രാസൈക്ലിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. Then antibiotic resistance. സോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ് കറക്റ്റ് ഡോസിൽ കഴിക്കണം. ചിലർ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക് ഒരു 7 ദിവസം കഴിക്കാനുള്ള കോഴ്സ് അല്ലെങ്കിൽ 5 ദിവസത്തെ കോഴ്സ് 3 ദിവസത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് ഡോക്ടർ തരും. അവർ അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, 3 ദിവസം കഴിക്കുമ്പോഴത്തേക്കും ഓക്കെ നമ്മുടെ ചുമ മാറി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം മാറി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ബാക്ടീരിയയുടെ പൊട്ടൻസി വീണ്ടും കൂടിയിട്ട്, ബാക്ടീരിയ ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കുകയായിരിക്കും, അത് കില്ല് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 5 ദിവസം ആയാലായിരിക്കും അത് ചാവാൻ പോകുന്നത്. പക്ഷെ അവിടെ കില്ല് ചെയ്യപ്പെടാതെ അവിടെ എന്ത് ചെയ്യാണ്, ബാക്ടീരിയ കൂടുതൽ പൊട്ടൻസിയോട് വരും. പിന്നെ ആ ആന്റിബയോട്ടിക് നമുക്ക് ഒട്ടും എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതാണ് സാധാരണ ഒരു കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആന്റിബയോട്ടിക്സ് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഒരു ആന്റിബയോട്ടിക്കും എഫക്റ്റീവ് ആവാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനാണ് as the bacteria become resistant to stronger antibiotics they move closer to becoming superbugs. This is they become unaffected by the antibiotics. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഇപ്പൊ തന്നെ അറിയാലോ, നമുക്ക് വൈറസിന്റെ കേസ് അറിയാം, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ കേസിൽ എന്താണ്, ബാക്ടീരിയ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു, അതിനെ കില്ല് ചെയ്തു. അപ്പൊ അടുത്ത സ്ട്രോങ്ങർ ബാക്ടീരിയാസ് ആയിരിക്കും, അതായത് ഈ ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആയിരിക്കും വരുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ബാക്ടീരിയ നമ്മൾ കുറച്ചുകൂടെ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്, അങ്ങനെ ആന്റിബയോട്ടിക്സ് ഏക്കാത്ത ഒരവസ്ഥ കുറച്ചു നാൾ കഴിയുമ്പോൾ വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡു നോട്ട് ടേക്ക് ആന്റിബയോട്ടിക്സ് അൺലെസ് പ്രിസ്ക്രൈബ് to do so by your health care professionals. If antibiotics prescribed, follow the direction exactly. Listen to your healthcare professionals and never insist on antibiotic for the treatment of viral infection. So viral infection ഒരിക്കലും ആന്റിബയോട്ടിക് യൂസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കഴിക്കുക. ദെൻ പിന്നെന്താണ്, നമുക്ക് ഡോക്ടർമാരുടെ ഇതില്ലാതെ ഒരിക്കലും ആന്റിബയോട്ടിക് കഴിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആന്റിബയോട്ടിക്സിനെ കുറിച്ച് പഠിച്ചത്. ആന്റിബയോട്ടിക്സ് നമുക്ക് ഇപ്പോ എന്താ പറയുന്ന ചിക്കനിലൊക്കെ വരുന്ന ആന്റിബയോട്ടിക്സ് നമുക്ക് സാധാരണ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാരണം പറയാനുള്ള കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ആന്റിബയോട്ടിക് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാണ്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഈ ആന്റിബയോട്ടിക് പിന്നെ നമുക്ക് ബാക്ടീരിയക്കെതിരെ നമുക്ക് ഈ ആന്റിബയോട്ടിക് നമുക്ക് കഴിച്ചേക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ പാലില് ആന്റിബയോട്ടിക് ചേർത്ത് വരുന്നതെന്നൊക്കെ പറയപ്പെടുന്നല്ല, തമിഴ്നാട്ടിലൊക്കെ പാലിന് പാസ്ചറൈസേഷൻ യൂണിറ്റ് പോലും ഇല്ല. അവിടെ എന്താ ചെയ്യുന്നത്, നേരെ ഈ പാലിലേക്ക് കുറച്ച് ആന്റിബയോട്ടിക് മറ്റേ അരച്ചു ചേർക്കും. അപ്പൊ അരച്ചു ചേർത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, പിന്നെ ഒരു കാലത്ത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ആ പാല് കേടായി പോവില്ല. അപ്പൊ അങ്ങനെയാണ് പലർക്കും ചെയ്യുന്നത്. അപ്പൊ പാല് കുടിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പാല് ആന്റിബയോട്ടിക് ഇല്ലാത്ത പാലാണെന്ന് വിചാരിക്കുക. അതുപോലെ ചിക്കൻ ആന്റിബയോട്ടിക് ഫ്രീ ചിക്കൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തിന് നല്ലതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ടുഡേ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ആന്റിബയോട്ടിക്സ്. അപ്പോൾ ആന്റിബയോട്ടിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.